ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ബസ്സിൽ കയറുന്നു. തൊട്ടടുത്തിരുന്ന ഒരു മധ്യവയസ്കൻ അവളുടെ മാറിടത്തിലേക്ക് എന്നതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളം നന്നാവത്തില്ലടോ. എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. അത്രയും വേണോ സാർ? വേണം. അയാൾ എവിടേക്കാണ് നോക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീനിലേക്ക് വേണമെങ്കിലും ആകാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പ്രായമുള്ള ആളുകൾ നമ്മുടെ മൊബൈലിലേക്ക് അടുത്തിരുന്ന് സൂക്ഷിച്ചു നോക്കുന്നത് പലപ്പോഴും ബസ്സുകളിൽ കാണുന്ന കാഴ്ചയാണ്. ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു. കാമനോട്ടം എന്നുള്ള പാട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട്, പക്ഷെ ആ വ്യക്തി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെങ്കിലോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ സാരി കയറ്റാൻ കൊടുക്കുന്നത്. എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇതിനിറങ്ങി തിരിച്ച് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കേരളം നന്നാവത്തില്ലടോ. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇവിടെ പ്രൊഫൈലിൽ കയറി നോക്കി സ്റ്റോറി ഒന്ന് നോക്കിയപ്പോൾ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിരിക്കുന്നു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എങ്കിൽ ബേബിയുടെ ഒരു സെപ്പറേറ്റ് ആപ്പ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് സാധനം വന്നു. അതിൽ എന്റെ അത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് 400 രൂപ, എന്റെ ഇത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് 200 രൂപ. എന്താ ഉറക്കം വരുന്നു. എന്റെ അതും ഇതും എല്ലാം കൂടെ കാണണമെങ്കിൽ 800 രൂപ. പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാസത്തിൽ കുത്തിയിരുന്ന് കാണണമെങ്കിൽ 1000 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട്. അതല്ല ഉദ്ദേശം, മാറി. കേരളം നന്നാവത്തില്ലടോ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കേരളം നന്നാവത്തില്ല. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ചുളുവിൽ ചേച്ചി ഫേമസ് ആകാൻ നോക്കി. ചേട്ടൻ അവരുടെ ഫോണിലേക്കാണ് നോക്കുന്നത്. ഈ യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണമെന്ന് ആളുകൾ ആക്രോശിക്കും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്നാ പറ. എനിക്ക് ഭ്രാന്ത, ഒന്നും ഓർമ്മയില്ല. എങ്കിലാ ഓക്കെ ബൈ. പോയിട്ട് വരാം.